അങ്ങനെ കാത്തിരുന്ന അവസാനം കരിമഞ്ഞൾ കിട്ടി. ഇപ്പോൾ എല്ലാ മഞ്ഞളുകളുടെ ഇലകളൊക്കെ ഉണങ്ങി വിളവെടുക്കുന്ന സമയമാണല്ലോ. ഇത് ഞാൻ കിട്ടിയ ആവേശത്തിന് തന്നെ അങ്ങ് നട്ടുവെച്ചോണ്ടാണ് വെള്ളമൊക്കെ കുടിച്ച് ഇതൊന്ന് കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് നല്ല ഡ്രൈ ആയിരുന്ന സമയത്ത് നല്ല ഒരു ബ്ലൂ കളറായിരുന്നു. കരിമഞ്ഞളിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും നമ്മളെപ്പോഴും നോക്കുക മുടി വളരുമോ അല്ലെങ്കിൽ സ്കിൻ കളർ ബ്രൈറ്റ് ആവുമോ എന്നല്ലേ. എല്ലാ മഞ്ഞളിനെ പോലെ സ്കിൻ ലൈറ്റ് ആൻഡ് ബ്രൈറ്റ് ആകാൻ കരിമഞ്ഞൾ നല്ലതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കസ്തൂരി മഞ്ഞൾ. എല്ലാവരും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ എല്ലാ മഞ്ഞളുകൾക്കും ഒരു അപരന്മാരുണ്ട്. അത് മറ്റാരുമല്ല, കൂവയാണ്. ഇത് കസ്തൂരി മഞ്ഞളും ഇഞ്ചിമാങ്ങയുമാണ്. കണ്ടാൽ ഒരുപോലില്ലേ? ഇതിൻ്റെ ഇലയും ഒരുപോലെയാണ്. ഇതിൽ ഇഞ്ചിമാങ്ങയുടെ മണം ഒന്ന് വേറെ തന്നെ. അത് ഏകദേശം മാങ്ങയുടെ ചോനയൊക്കെ പോലത്തെ ഒരു മണമാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ കാതൽ ഭാഗത്തിന് ഒരു ലൈറ്റായിട്ടുള്ള മഞ്ഞ കളറാണ് ഇഞ്ചിമാങ്ങയ്ക്കുള്ളത്. എന്നാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളിന് ചെറിയൊരു ഡൾ വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. കസ്തൂരി മഞ്ഞൾ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ സുഗന്ധമാണ് ഹൈലൈറ്റ്. മുഖത്തൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ പച്ച കസ്തൂരി മഞ്ഞളെടുത്ത് അരയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് അതിൻ്റെ മണം ഏകദേശം എല്ലായിടത്തും പടരുന്നതാണ്. ഇത്ര രൂക്ഷമായിട്ടല്ലെങ്കിലും ഇലയിലെ നടുക്കൂടെ കറുത്ത വരയുള്ള നീലക്കൂവയുണ്ട്. അതിനും ഏകദേശം ഇതേ ഒരു മണമായിരിക്കും ഉണ്ടാവുക. വിളവെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ എല്ലാ മഞ്ഞളുകളും പറിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ മഞ്ഞളാണ്. ഇതെല്ലാവർക്കും മനസ്സിലാവും, കാരണം ഇതിൻ്റെ ഓറഞ്ച് യെല്ലോ കളറല്ലേ. ഈ മഞ്ഞൾ നമ്മൾ മുഖത്ത് അരച്ചിടാറുണ്ട്. എന്നാൽ ഡ്രസ്സും നഖവും എല്ലാം പിന്നെ മഞ്ഞ കളറായിരിക്കും അല്ലേ. കസ്തൂരി മഞ്ഞൾ അരച്ചിടുവാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം പേടിക്കുകയേ വേണ്ട. ഇതുകൊണ്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിനായി നന്നായി അരച്ചെടുത്ത കസ്തൂരി മഞ്ഞളിലേക്ക് അല്പം മുൾട്ടാണിമിട്ടി, അല്പം കാപ്പിപ്പൊടി, റോസ് വാട്ടർ, പിന്നെ അല്പം തേൻ എന്നിവയെല്ലാം ചേർത്ത് നല്ലൊരു മിക്സ് തയ്യാറാക്കാം. ഇതിൽ കോഫി പൗഡർ ചേർത്തത് ഉണങ്ങിക്കഴിയുമ്പോൾ അല്പം വെള്ളം ചേർത്ത് സ്ക്രബ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ്. അതുപോലെ ജലദോഷവും കഫവും ഒക്കെ ഉള്ള സമയത്ത് നമ്മളത് മാറാനായി തുളസിയിലയും പനിക്കൂർക്കയിലയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറില്ലേ. അതിലേക്ക് ചെറിയൊരു കഷ്ണം കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്താൽ വളരെ നല്ലതാണ്. കസ്തൂരി മഞ്ഞൾ വിളവെടുപ്പിന് ശേഷം ചെറുതായി അരിഞ്ഞ് ഉണക്കിപ്പൊടിച്ച് സൂക്ഷിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ഫേസ് പാക്കൊക്കെ തയ്യാറാക്കാനും അതുപോലെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനും എളുപ്പമാണ്. പേരിൽ മഞ്ഞൾ എന്നില്ലെങ്കിലും മഞ്ഞൾ കുടുംബത്തിൽപ്പെട്ട കുറേ പേരുണ്ട്. എന്നാൽ ആ ഫാമിലിയുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും വാലറ്റത്തായി മഞ്ഞൾ എന്ന് പേര് ചേർത്ത് നടക്കുന്ന ഒരാളുണ്ട്. മറ്റാരുമല്ല, മരമഞ്ഞൾ. ഇനി ഈ ചെടിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്.